നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. കേരള ഗവൺമെന്റ് ഒരു ഏജൻസി വഴി വിദേശത്തേക്ക് 4 റിക്രൂട്ട്മെന്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 600-ലധികം ഒഴിവുകൾ ലഭ്യമാണ്. അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അവസരങ്ങളുണ്ട്. അത് മിനിമം ഒരു 10ാം ക്ലാസ്സോ ITIയോ ഡിപ്ലോമയോ ഒക്കെ തൊട്ട് ഉള്ളവർക്കുള്ള അവസരങ്ങളുണ്ട്. അപ്പം തട്ടിപ്പിൽപ്പെടാതെ അല്ലെങ്കിൽ വലിയ പണച്ചെലവില്ലാതെയൊക്കെ എത്താവുന്ന അവസരങ്ങളാണ് ഈ ഗവൺമെന്റ് ഏജൻസി വഴി ലഭ്യമാക്കിയിരിക്കുന്നത്. അപേക്ഷ കാത്തിരിക്കേണ്ടതില്ല, ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്ത് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് ഇതിൽ പലതും. അപ്പം അങ്ങനെയുള്ള ഈ വിദേശത്തേക്കുള്ള 4 റിക്രൂട്ട്മെന്റുകൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിൽ തന്നെ മറ്റൊരു ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് ഏതാണ്ട് 250ഓളം ഒഴിവുകളിലേക്ക് നടത്തുന്ന മറ്റൊരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും എല്ലാ ജില്ലകളിലും അവസരങ്ങളുണ്ട്. ഈ 2 റിക്രൂട്ട്മെന്റേയും, ഒന്ന് വിദേശത്തേക്കുള്ളതാണ്, 4 വിദേശത്തേക്കുള്ളതുണ്ട്, ഒരു കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കുമുള്ള റിക്രൂട്ട്മെന്റുകളുണ്ട്. അപ്പോൾ ഈ 5 റിക്രൂട്ട്മെന്റുകളുടെയും വിശദ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ ജോബ് സൈറ്റിലൂടെയോ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അത് നമുക്ക് കേരളത്തിൽ ലഭ്യമായിരിക്കുന്ന 277 ഒഴിവുകളിലേക്ക് എല്ലാ ജില്ലകളിലും ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത് CMD ആണ്. അവർ ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് KDISCന് വേണ്ടിയാണ്. അതായത് KDISC എന്ന് പറഞ്ഞാൽ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ. ഇവരാണ് നമ്മളുടെ ഈ DWMS പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ പലപ്പോഴും സൂചിപ്പിക്കുന്നതാണ്. ജോബ് അവസരങ്ങളൊക്കെ ലഭ്യമായിരിക്കുന്ന ആ പ്ലാറ്റ്ഫോം ഒക്കെ നിയന്ത്രിക്കുന്ന ഈ KDISC ആണ്. അപ്പോൾ ഈ KDISC അല്ലെങ്കിൽ KKEM, കേരള നോളജ് എക്കണോമി മിഷൻ, ഇവരുടെ ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. സെന്റർ ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD വഴിയാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2 തസ്തികകളിലേക്കാണ് ഈ ഹയറിങ്. ഒന്ന് കോൺസ്റ്റിറ്റ്യുവൻസി കോർഡിനേറ്റർ എന്ന തസ്തിക, മറ്റൊന്ന് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റന്റ്. ഇത് കോൺട്രാക്ട് ബേസിസ് ഹയറിംഗ് ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ മിക്കവാറും എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കുമാണ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ കേരള എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ നിയോജകമണ്ഡലങ്ങളിലേക്കുമാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. നവംബർ 11-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആദ്യം ഞാനൊന്ന് സൂചിപ്പിക്കാം. എവിടേക്ക് വന്നാൽ ആദ്യത്തെ ഒരു തസ്തിക എന്ന് പറഞ്ഞാൽ കോൺസിസ്റ്റൻസി കോർഡിനേറ്റർ. അതായത് ഓരോ നിയോജക മണ്ഡലത്തിലും കോർഡിനേറ്റർ വരെ ആണ് നിയമിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളുണ്ട്, എന്നാൽ 137 വരെ നിയമിക്കുന്നുള്ളൂ. കാരണം വർക്കല, കളമശ്ശേരി, തള്ളിപ്പറമ്പ് ഈ 3 ആവശ്യമില്ല, മറ്റ് എല്ലാ നിയോജക മണ്ഡലത്തിലും ഓരോരുത്തരെ വീതം നിയമിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ കോൺസിസ്റ്റൻസി കോർഡിനേറ്റർ എന്നുള്ള 137 ഒഴിവുകൾ. BTech, MBA അല്ലെങ്കിൽ MSW കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 30,000 രൂപ ആയിരിക്കും പ്രതിമാസ ശമ്പളം. 35 വയസ്സിൽ താഴെയുള്ളവർക്കായിരിക്കും അവസരം. ഇപ്പോൾ ജോലിയുടെ ഒരു സ്വഭാവം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ DWMS പോർട്ടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ KKEM ജോബ് സ്റ്റേഷൻ ആരംഭിക്കുന്നുണ്ട് നിയോജകമണ്ഡലങ്ങളിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ്. എന്തായിരിക്കും ജോലിയുടെ ഒരു വിശദ വിവരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമോ ഒരിക്കൽ സൂചിക്കാം. BTech, MBA, MSW. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്, 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെ പ്രിഫർ ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് വേണമെന്ന് നിർബന്ധമില്ല, അങ്ങനെയുള്ളവർക്ക് പ്രിഫറൻസ് നൽകും. ഒരു MS ഓഫീസ് അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം 137 ഒഴിവുകൾ കോൺസിസ്റ്റൻസി കോർഡിനേറ്റർ. ഇനി രണ്ടാമത്തെ ഒഴിവ് എന്താണെന്ന് ചോദിച്ചാൽ പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റന്റ് എന്നുള്ളതാണ്. 140 ഒഴിവുകളുണ്ട്. അതായത് എല്ലാ നിയോജകമണ്ഡലത്തിലും ഒഴിവുകളുണ്ട്. ഇത് ഡിഗ്രിക്കാർക്ക് ഉള്ള ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക്, ഫുൾ ടൈം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 20,000 രൂപയായിരിക്കും പ്രതിമാസ ശമ്പളം. 35 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ജോബ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുക, ജോബ് ഫെയറുകളൊക്കെ സംഘടിപ്പിക്കുക, അതിന് വേണ്ട കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇവിടെയും MS ഓഫീസ് അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയുള്ള 35 വയസ്സിൽ താഴെയുള്ള 140 ഒഴിവുകളിലേക്കാണ് ഈ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ്. സെലക്ഷൻ എങ്ങനെയായിരിക്കും നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. PSC വഴിയൊന്നും ആയിരിക്കത്തില്ല, CMD നേരിട്ടുള്ള നിയമനമായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ 13 5 PM ആണ് എന്നറിയുക.
ഇനി നമുക്ക് കേരള ഗവൺമെന്റ് ഒരു ഏജൻസി വഴി വിദേശത്തേക്ക് നടക്കുന്ന 4 റിക്രൂട്ട്മെന്റുകൾ, അതിന്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പരിശോധിക്കുക. അവർക്കും എല്ലാ റിക്രൂട്ട്മെന്റുകളും അപേക്ഷിക്കേണ്ട ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ വേണം അപ്ലൈ ചെയ്യുവാൻ. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒഡേപക്കാണ് ഈ 4 റിക്രൂട്ട്മെന്റുകൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ റിക്രൂട്ട്മെന്റ് നിങ്ങൾ കാണാൻ സാധിക്കും, ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. അപേക്ഷ കാത്തിരിക്കേണ്ടതാണില്ല, ഡയറക്റ്റായിട്ട് വോക്ക് ഇൻ ചെയ്യാനായിട്ട് കഴിയും. സ്കിൽഡ് ടെക്നീഷ്യൻ ട്രെയിനി അപ്രന്റിസ് ഈ തസ്തികയിലേക്കാണ്, UAE-യിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ്. 7-ാം തീയതി 8-ാം തീയതി നവംബറിലായിരിക്കും ഇതിന്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. അതാ ഇവിടേക്ക് വന്നാൽ ഒഡേപെക് കണ്ടക്ട്സ് വോക്ക് ഇൻ ഇന്റർവ്യൂ ഫോർ ദ സെലക്ഷൻ ഓഫ് അപ്രന്റിസ് സ്കിൽഡ് ടെക്നീഷ്യൻ ട്രെയിനീസ്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരമാണ്. UAE-യിലേക്കാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. 7-8, അതായത് നവംബർ 7-8 വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ്. ഒഡേപെക്കിന്റെ ട്രെയിനിങ് സെന്റർ ഉണ്ട് അങ്കമാലിയിൽ, ഇൻഗൽ ബിസിനസ് പാർക്കിന്റെ അവിടെ ടവർ 1-ന്റെ 4th ഫ്ലോറിൽ. അങ്ങോട്ടേക്ക് രാവിലെ 8:30 മണിക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. നിങ്ങളുടെ ഫോട്ടോ, അത് നിങ്ങളുടെ ബയോഡേറ്റ ഫോട്ടോ ഉൾക്കൊള്ളിച്ചുകൊണ്ടത്, അതേപോലെ തന്നെ ഒറിജിനൽ പാസ്പോർട്ട്, അതിൻ്റെ കോപ്പി, ഒറിജിനൽ ഓഫ് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യമായിട്ട് വോക്ക് ഇൻ ചെയ്യാം. ആരെയൊക്കെയായിരിക്കും വോക്ക് ഇൻ ചെയ്യാനായിട്ട് ഇവിടെ കാണാൻ സാധിക്കും 310 ഒഴിവുകളുണ്ട്. ഇലക്ട്രീഷ്യൻ 50 ഒഴിവുകൾ, പ്ലംബർ 50, ഡക്ട് ഫാബ്രിക്കേറ്റേഴ്സ് 50 ഒഴിവ്, പൈപ്പ് ഫിറ്റേഴ്സ് 50 ഒഴിവുണ്ട്, വെൽഡേഴ്സ് 25 ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് 50 ഒഴിവുണ്ട്, HVAC ടെക്നീഷ്യൻ 25 ഒഴിവ്, മേസൺ 10 ഒഴിവ്. അങ്ങനെ 310 ഒഴിവുകളിലേക്കാണ്. ITI പാസ്ഡ് ആയിട്ടുള്ള, അതായത് വിഷയങ്ങളിൽ ITI പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. 21 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. അവർക്കും അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കാണാൻ സാധിക്കും. 800 UAE ദിറം ആയിരിക്കും നിങ്ങൾക്ക് ബേസിക്കായിട്ട് ശമ്പളമായിട്ട് കിട്ടുക. 800 ദിറം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 20,000 താഴെ ആയിരിക്കും. പ്ലസ് ഓവർ ടൈം അലവൻസ് ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് സൗജന്യമാണ്, അക്കോമഡേഷൻ സൗജന്യമാണ്, ട്രാൻസ്പോർട്ടേഷൻ സൗജന്യമാണ്, വിസ എക്സ്പെൻസ് കമ്പനി വഹിക്കും, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതൊക്കെ കമ്പനി ആയിരിക്കും. ജോയിനിങ്ങിന് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുവാനായിട്ട് 450 ദിറം 9,000 രൂപ കമ്പനി നൽകും. മെഡിക്കൽ എക്സ്പെൻസ് കമ്പനി വഹിക്കും. വിസ 2 കൊല്ലത്തേനായിരിക്കും. ബാക്കി ബെനിഫിറ്റ്സ് ഒക്കെ UAE-യുടെ നിയമപ്രകാരം ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് സർവീസ് ചാർജ് നിങ്ങൾ റിക്രൂട്ട്മെന്റിന് ഗവൺമെന്റ് നോംസ് പ്രകാരം നൽകേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, നവംബർ 7-ാം തീയതി, നവംബർ 6, 7 തീയതികളിൽ അങ്കമാലിയിലെ ഇൻഗൽ പാർക്കിൽ വോക്ക് ഇൻ ചെയ്ത് എത്താവുന്ന 310 ഒഴിവുകളാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇനി നമുക്ക് ഇവിടുത്തെ തന്നെ രണ്ടാമത്തെ അവസരം ഒന്ന് മനസ്സിലാക്കാം. ഒഡേപെക്ക് തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്ന മറ്റൊരു അവസരമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇതും ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂയിലൂടെ എത്താവുന്ന അവസരങ്ങളാണ്. സെക്യൂരിറ്റി ഗാർഡുമാരുടെ റിക്രൂട്ട്മെന്റ് ആണ്. 5-6 നവംബറിൽ വോക്ക് ഇൻ ചെയ്ത് എത്താവുന്ന അവസരങ്ങളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, UAE-യിലെ ഒരു പ്രമുഖ കമ്പനിയിലേക്ക് മെയിൽ സെക്യൂരിറ്റി ഗാർഡുമാരുടെ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് 5-6, അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ. ഇതും നടക്കുന്നത് അങ്കമാലി, എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലെ ഇൻഗൽ ബിസിനസ് പാർക്കിലെ 4th ഫ്ലോറിലുള്ള ഒഡേപെക് ട്രെയിനിങ് സെന്ററിൽ വെച്ചായിരിക്കും. 8:30 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ ബയോഡേറ്റ ഫോട്ടോ അറ്റാച്ച് ചെയ്ത്, അതേപോലെ ഒറിജിനൽ പാസ്പോർട്ട് അതിൻ്റെ കോപ്പി, പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഒറിജിനലും കൊണ്ട് വേണം ചെല്ലുവാനായിട്ട്. 200 ഒഴിവുകളാണ് സെക്യൂരിറ്റി ഗാർഡുമാരുടെ ഉള്ളത്. ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉള്ള 25-40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, മിനിമം 175 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള, മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ ഒരു അവസരം. ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ കഴിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട, അത് ആർമിയിലോ പോലീസിലോ അല്ലെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തോ ഒക്കെ കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം യോഗ്യത 10ാം ക്ലാസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ശമ്പളത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഗ്രോസ് സാലറി ഏതാണ്ട് 2262, ഏകദേശം ഒരു 50,000-ൽ താഴെയായിരിക്കും ഇതിൻ്റെ ശമ്പളം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ വോക്ക് ഇൻ ഇൻ്റർവ്യൂ ഓർക്കുക, നവംബർ 5-6 തീയതികളിൽ അങ്കമാലിയിൽ വെച്ചിട്ട്. ഇനി നമുക്ക് ഈ ഒഡേപെക്ക് തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ അവസരം, അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇതും ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. AutoCAD ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രിക്കൽ ട്രെയിനി, ഈ ഒരു തസ്തികയിലേക്കാണ് വോക്ക് ഇൻ ഇൻ്റർവ്യൂ. ഇത് നടക്കുന്നത് നവംബർ 7-8 തീയതികളിൽ വെച്ചിട്ടാണ്.
UAE ഒരു കമ്പനിയിലേക്കാണ്. UAE എന്ന് പറയുമ്പോൾ നാം അറിയുന്ന പോലെ ദുബായും അബുദാബിയും ഷാർജയും ഈ എമിറേറ്റ്സുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ രാജ്യമാണ് UAE എന്നുള്ളത്. അപ്പോൾ അവിടേക്ക് walk-in interview AutoCAD ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രിക്കൽ ട്രെയിനീസ് 7-8 തീയതികളിൽ അങ്കമാലിയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ലൊക്കേഷനിൽ വെച്ചിട്ട് 9 മണിക്ക് walk-in ചെയ്ത അവസരങ്ങളിലേക്ക് എത്താം. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങളുടെ ബയോഡാറ്റ, പാസ്പോർട്ടിൻ്റെ ഒറിജിനലും കോപ്പിയും അതേപോലെ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ആയിട്ട് വേണം walk-in ചെയ്യുവാനായിട്ട്. ITI അല്ലെങ്കിൽ ഡിപ്ലോമ, അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ AutoCAD അല്ലെ റിവേർട്ടിലെ ട്രെയിനിങ് കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ഇതിൽ പങ്കെടുക്കാം. 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. ഈ ട്രെയിനിങ് ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികയിലേക്ക് 1250, അതായത് ഏകദേശം ഒരു 30,000 താഴെയായിരിക്കും പ്രതിമാസ ശമ്പളം. അതുകൂടാതെ കമ്പനി അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ട്, മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. walk-in ഇന്റർവ്യൂവിൻ്റെ തീയതി ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, 7-8 നവംബർ. AutoCAD ഡ്രാഫ്റ്റ്സ്മാൻ. ഈ ഒരു അവസരം കൂടെ ഇത് ഈ ഒഡേപ്പക്ക് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. UAE തന്നെയാണ് 4ാമത്തെ റിക്രൂട്ട്മെൻറ്റും. ഡ്രൈവർ, ഹെവി ഓപ്പറേറ്റർ, വിഞ്ച് ക്രെയിൻസ് ആൻഡ് ടാലി ക്ലർക്ക് UAE ഹയറിങ് നടക്കുന്നത്. 10 നവംബർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് walk-in ഇൻ്റർവ്യൂ അല്ല, നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ കാണാനായിട്ട് കഴിയും. ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ള അവസരങ്ങളാണ് എന്നുള്ള കാര്യം അറിയുക. 24 വയസ്സിനും 41 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഫിറ്റ് ആയിട്ടുള്ള അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അറിയാവുന്നവർക്കായിരിക്കും ഈ ഒരു അവസരം. 4 തസ്തികകൾ അതിന് വേണ്ട ഒഴിവുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഏതാണ്ട് 150 ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റും. ഇതിൻ്റെ സാലറി ഡ്രൈവർ ഹെവി ഡ്യൂട്ടി 2500 ദിറമാണ്. ഓപ്പറേറ്റർ വിഞ്ച് ക്രെയിൻസ് 2500 UAE ദിറം. ഹെവി ഓപ്പറേറ്റർ അത് 1850. ടാലി ക്ലർക്ക് 1200 UAE ദിറമായിരിക്കും പ്രതിമാസ ശമ്പളം. അതുതന്നെ അതിനകത്ത് ബേസിക് ഇതുകൂടാതെ ഫുഡ് അതിനൊക്കെയുള്ള എന്താ പറയുക അലവൻസ് ഒക്കെ ഉണ്ട് എന്നറിയുക. 8 മണിക്കൂറൊക്കെ ആയിരിക്കും വർക്കിംഗ് ടൈം. ഇതിനൊക്കെ ലൈസൻസ് വേണ്ടി വരും. ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജോലിയുടെ ഒരു സ്വഭാവം ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് പരിശോധിക്കാവുന്നതാണ്. ഇതിന് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. എങ്ങനെ അപേക്ഷിക്കണം, എൻ്റെ ഇമെയിൽ ID ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പം കേരള ഗവൺമെൻറ് കീഴിലുള്ള ഒഡേപ്പക് സംഘടിപ്പിക്കുന്ന 4 റിക്രൂട്ട്മെൻറ്റുകൾ, അത് 3 walk-in ഇൻ്റർവ്യൂ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ സൗജന്യമാണ്. വിദേശത്തേക്കുള്ള 1-2 റിക്രൂട്ട്മെൻറ്റുകളിൽ സർവീസ് ചാർജ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ബാക്കിയൊക്കെ സൗജന്യമാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇതിൻ്റെയൊക്കെ പേരിൽ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചാൽ ഞാൻ ഉത്തരവാദിയാകത്തില്ല. ശ്രദ്ധാപൂർവം വേണം കാര്യങ്ങളൊക്കെ സമീപിക്കുവാൻ. പ്രത്യേകിച്ച് ഈ ഒഡേപ്പക്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.